വിട്ടുകളാ. നിങ്ങൾ തന്നെ നിങ്ങളുടെ അടുത്ത് ഒരു 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴും ആ ഇൻസിഡന്റ് ആലോചിക്കുമ്പോൾ നെഞ്ചിലൊരു ഭാരാണ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കത്തി എടുത്ത് ഇങ്ങനെ മുറുക്കി പിടിച്ചേക്കുന്ന പോലെയാണ്. യു നോ ഇറ്റ്സ് ഹേർട്ടിങ് യു, എന്നാലും അത് വിട്ടുകളയാൻ പറ്റുന്നില്ല. നിങ്ങൾ ഈ മുറുക്കി പിടിച്ചോണ്ടിരിക്കുന്ന സംഭവം വിട്ടുകളഞ്ഞ ആക്ച്വലി ഇറ്റ് മീൻസ് യു ആർ ലൂസിങ് എ പീസ് ഓഫ് യുവർ സെൽഫ് വിച്ച് യു ബിക്കേം വൈൽ യു ആർ ഹോൾഡിംഗ് ഓൺ ടു ഇറ്റ്. അല്ലെ? ലെറ്റ്സ് റിയലി ഡിസ്കസ് വാട്ട് ഈസ് ഗോയിങ് ഓൺ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം സബ്സ്ക്രിപ്ഷൻ ഇത് വെച്ചാണ് ആൾക്കാർ ഈ ചാനൽ ജഡ്ജ് ചെയ്യുന്നത്. അപ്പൊ സബ്സ്ക്രിപ്ഷൻ കുറവാണെങ്കിൽ ആൾക്കാർ ഈ വീഡിയോ മൊത്തം പോലും ഇരുന്ന് കാണില്ല. അപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ശരി, വീഡിയോയിലോട്ട് കിടക്കാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. പിന്നെ ഒരു ചിരി. കുറച്ചും കൂടെ. അത് മതി. ഇനി വീഡിയോയിലോട്ട് വെക്കോട്ടാ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ദി ബിഗിനിങ്. നമ്മളെ ശരിക്കും എന്താണ് ലെറ്റ് ഗോ ചെയ്യുന്നത്? എല്ലാവരും വിചാരിക്കും ആ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു സാധനത്തെയാണ് ലെറ്റ് ഗോ ചെയ്യുന്നത്. പക്ഷേ വി ഡു നോട്ട് ജസ്റ്റ് ഗ്രീവ് പീപ്പിൾ ആൻഡ് തിങ്സ്, വി ഗ്രീവ് ദ ഐഡന്റിറ്റി വി ബിൽഡ് അറൗണ്ട് ഇറ്റ്. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സംഭവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, അപ്പൊ നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ ബിൽഡ് ചെയ്തൊരു ഐഡന്റിറ്റി ഉണ്ട്. അതാണ് ലെറ്റ് ഗോ ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ബ്രേക്കപ്പ് ആവുമ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന മെമ്മറീസ്, അവരുടെ കൂടെ നമ്മളൊരു ഫ്യൂച്ചർ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ കൂടെയുള്ള ഫ്രണ്ട്സ്, അങ്ങനെ പല കാര്യങ്ങളും അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ബിൽഡ് ചെയ്തൊരു ഐഡന്റിറ്റി ഉണ്ട്. അതൊക്കെയാണ് ലെറ്റ് ഗോ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് ഇതൊന്നും ഇല്ലാണ്ട് നമ്മൾ ആരാന്നേ നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം അത്രയും നാൾ നമ്മുടെ കൂടെ ഉണ്ടായത് കൊണ്ട് തന്നെ അതില്ലാണ്ട് നമ്മൾ ആരാണെന്ന് നമുക്ക് അറിയാൻ പറ്റാത്തൊരവസ്ഥ. ഈ ഒരു ഫേസ് ആക്ച്വലി ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളതാണ്. കാരണം കുറെ ആൾക്കാർ സ്റ്റക്ക് ആവുന്ന ഒരു ഫേസും ഇതാണ്. പിന്നെ ഉള്ളതാണ് ഗ്രീഫ്. എല്ലാവരും വിചാരിക്കും ഗ്രീഫ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു സങ്കടം, അതിന് മൂവ് ഓൺ ചെയ്താൽ പോരെയെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഗ്രീഫ് ആക്ച്വലി ഹാസ് സ്റ്റേജസ്. ഡിനയൽ ഉണ്ട്, ആങ്കർ ഉണ്ട്, ബാർഗൈനിങ് ഉണ്ട്, ഡിപ്രഷൻ ഉണ്ട്, ആക്സെപ്റ്റൻസ് ഉണ്ട്. ഇത് ഓർഡറിൽ പോലും അല്ല നടക്കുന്നത്. ഒരു ദിവസം ചിലപ്പോൾ ആക്സെപ്റ്റൻസ് ആയിരിക്കും, പിറ്റേ ദിവസം ബാർഗൈനിങ് ആയിരിക്കും, അങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഗ്രീഫ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ബ്രെയിൻ ആക്ച്വലി ഈ ഒരു ലോസിനെ പ്രോസസ് ചെയ്യുന്ന ഫിസിക്കൽ ഇഞ്ചുറിക്ക് പറ്റിയ പോലെ തന്നെയാണ്. കാരണം കുറെ സ്റ്റഡീസിൽ, ബ്രെയിനിന്റെ ഇമേജിങ് സ്റ്റഡീസിൽ നമ്മൾക്ക് ഒരു ഫിസിക്കൽ ഇഞ്ചുറി വരുമ്പോൾ എന്തൊക്കെ പറ്റുമോ അതൊക്കെ ഒരു ഇമോഷണൽ ലോസോ അല്ലെങ്കിൽ ഒരു റിജക്ഷൻ വരുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആരെങ്കിലും ഒരു ബ്രേക്കപ്പിൽ കൂടെ കടന്നു പോകുമ്പോൾ ഇറ്റ്സ് റിയലി ഹേർട്ടിങ് എന്ന് പറയുമ്പോൾ അവരെ കളിയാക്കരുത്. ശരിക്കും ഒരു ഫിസിക്കൽ പെയിൻ പോലെ തന്നെ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉള്ളതാണ് ഓവർ തിങ്കിങ്. ഇങ്ങനെ ലൂപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നടന്നായിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു, അങ്ങനെ നടന്നായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു, അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അങ്ങനെ പല കാര്യങ്ങൾ ഇങ്ങനെ മൈൻഡിലോട്ട് വന്നുകൊണ്ടിരിക്കും. ഇത് ആക്ച്വലി നമ്മുടെ ബ്രെയിൻ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ നോക്കുന്നതാണ്. കാരണം ബ്രെയിനിന്റെ വിചാരത്തിൽ ഒരു അനാലിസിസ് നടത്തിയാലാണ് നമുക്കൊരു സൊല്യൂഷൻ കിട്ടുള്ളൂ, ഇത്ര ഹേർട്ട് ചെയ്യാണ്ടിരിക്കുള്ളൂ എന്നൊക്കെ ഒരു വിചാരത്തിൽ ഇങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് വെറുതെ അങ്ങ് ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുക? നമുക്ക് അങ്ങ് ഡിസൈഡ് ആക്കിയാൽ പോരെ. അങ്ങ് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് അങ്ങ് ഡിസൈഡ് ആക്കിയാൽ പോരെ. നമുക്കത് എന്താ ചെയ്യാൻ പറ്റാത്ത? ഫസ്റ്റ് ഇതിനൊരു ന്യൂറോളജിക്കൽ റീസൺ പറയാം. കാരണം ഒരു ഇമോഷൻ പ്രോസസ് ചെയ്യാനായിട്ട് അതിൻ്റെതായ സമയമെടുക്കും. ഇപ്പൊ ഒരു വ്യക്തിയുടെ കൂടെയാണെങ്കിലും ഒരു സാധനത്തെ ആണെങ്കിലും നമ്മൾ അതിൻ്റെ കൂടെ ബിൽഡ് ചെയ്ത കുറെ സ്വപ്നങ്ങളും കുറെ കാര്യങ്ങളും മെമ്മറീസും ഒക്കെ ഉണ്ട്. അതിൻ്റെതായ ന്യൂറൽ പാത്വേസ് ഓൾറെഡി ബിൽഡഡ് ആണ്. അതൊക്കെ ഇനി റീവയർ ചെയ്തെടുക്കാനുള്ള ഒരു സമയം. അതുകൊണ്ട് മേ ബി പുതിയ ഇൻഫോർമേഷൻസ് വരുമ്പോൾ അങ്ങനെ പയ്യെ ഗ്രാജുവലി ആണ് അത് റീവയർ ആയിട്ട് വരിക. അപ്പൊ ഗ്രീഫിന് ആക്ച്വലി ഇത്രയും നാളെടുക്കും, അങ്ങനെ എടുക്കും നമുക്ക് പറയാൻ പറ്റില്ല. അത് അതിൻ്റെതായ ഗ്രാജുവൽ സമയത്ത് നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ബ്രേക്കപ്പ് കഴിഞ്ഞ ഒരാളോട് ഇതുവരെ വിടാറായില്ലടാ എന്ന് ചോദിക്കാണ്ട് അവരവരുടെ പേസിന് ഹീലായിട്ട് വരട്ടെ. രണ്ടാമത്തെ ഒരു റീസൺ ആണ് മീറ്റ് ചെയ്യാതിരുന്ന നീഡ്സ്. എന്ന് വെച്ചാൽ നമ്മളൊരു റിലേഷൻഷിപ്പിൽ ആയിരുന്നപ്പോൾ അത് മേ ബി തന്നൊരു സേഫ്റ്റി, അല്ലെങ്കിൽ നമ്മളൊരു ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അത് തന്നൊരു ഐഡന്റിറ്റി, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിൽ നമ്മൾ എപ്പോഴും വാല്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ലെറ്റ് ഗോ ചെയ്യുമ്പോൾ ആ ഒരു അൺമെറ്റ് നീഡ് എക്സ്പോസ്ഡ് ആവുകയാണ്. അപ്പൊ ആക്ച്വലി നമ്മൾ തന്നെ അറിയാണ്ട് നമ്മൾ വിചാരിക്കുകയാണ് ആ ഒരു എംപ്റ്റിനെസ് ഫേസ് ചെയ്യുന്നതിനാലും കൂടുതൽ ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിൽ ഹോൾഡ് ഓൺ ചെയ്യുന്നതാണെന്നാണ്. ചില ആൾക്കാർ ഈ സമയത്ത് വേറൊരു റിലേഷൻഷിപ്പിൽ അപ്പം തന്നെ പോവുക, അല്ലെങ്കിൽ വേറൊരു ജോലി നോക്കി പോവുക. അങ്ങനെ ആ ഒരു എംപ്റ്റിനെസ്സിനെ പ്രോസസ്സ് ചെയ്യാണ്ട് പെട്ടെന്ന് അടുത്ത ഇതിലോട്ട് ചാടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു അൺമെറ്റ് നീഡ് തിരിച്ചറിയാണ്ട് അതിൽ നിന്ന് നമ്മൾ ഗ്രോ ചെയ്യാണ്ട് നമ്മൾ വീണ്ടും ആ ഒരു പാറ്റേണിലോട്ട് പോവുകയാണെങ്കിൽ ഇത് വീണ്ടും കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കും. അഗെയിൻ ഇറ്റ്സ് ഗോണ ഹേർട്ട് യു ആൻഡ് ഗോണ ടീച്ച് യു ദ സെയിം ലെസൺ അഗെയിൻ. ബുദ്ധിസത്തിലും ടോയ്സിലും പറയുന്ന ഒരു സംഭവമാണ് നോൺ അറ്റാച്ച്മെന്റ് കോൺസെപ്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഐ ഡോണ്ട് കെയർ മെന്റാലിറ്റി അല്ലെങ്കിൽ ഇമോഷണലായിട്ട് ഡിസ്റ്റന്റ് ആയിട്ടിരിക്കുന്ന ഒരു സംഭവം അല്ല. എല്ലാ സംഭവം പെർമനന്റ് അല്ല എന്നുള്ളൊരു കോൺസെപ്റ്റിന്റെ ആക്സെപ്റ്റൻസ് ആണ് ആക്ച്വലി നോൺ അറ്റാച്ച്മെന്റ്. എന്ന് വെച്ചാൽ നമുക്ക് സമാധാനം
സമാധാനം കിട്ടാൻ ഒരു കാര്യം ഇങ്ങനെ നടക്കണം അങ്ങനെ നടക്കണം എന്ന് വിചാരിക്കുന്ന സംഭവം വിട്ടുകളയുക. ബുദ്ധിശുദ്ധി പറയണത് നമ്മൾ എന്തെങ്കിലോടും ക്ലിങ് ചെയ്തിരിക്കുമ്പോഴാണ് ദാറ്റ് ഈസ് ദ റൂട്ട് കോസ് ഓഫ് സഫറിംഗ് എന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാം ചേഞ്ച് ചെയ്യും. ഓരോ വ്യക്തികൾ നമ്മൾ വിചാരിക്കും നീ എന്താടാ മാറിയത്, അങ്ങനെയൊക്കെ വിചാരിക്കാണ്ട് എല്ലാവരും മാറും. അത് അവരുടെ നേച്ചറാണ്. അതവർ ഗ്രോ ചെയ്യുന്നതാവാം, താഴോട്ട് പോകുന്നതാവാം, എങ്ങനെയാണെങ്കിലും നമ്മളവർ ഇങ്ങനെ തന്നെ ആണെങ്കിലാണ് നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള സംഭവം വിട്ടിട്ട് അവരെങ്ങനെയാണെങ്കിലും അവരവരുടെ രീതിയിൽ പഠിച്ചു വന്നോളും. പക്ഷെ ഞാൻ അതിൽ അറ്റാച്ച് ചെയ്യാണ്ട് ഞാൻ എങ്ങനെയായിരിക്കണോ ആ ഒരു അവസ്ഥയിൽ ഹാപ്പി ആയിട്ട് നോൺ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുക. വേറെ നമ്മൾ റിലീജിയസ് ബിലീഫ്സ് നോക്കുകയാണെങ്കിൽ, ക്രിസ്ത്യാനിറ്റിയിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ സറണ്ടർ ചെയ്യാൻ പറയും. നമ്മൾ ദൈവത്തിന് നമ്മുടെ വിഷമങ്ങളും എല്ലാം സറണ്ടർ ചെയ്യാണ്. ആ സമയത്ത് ദൈവം നോക്കിക്കോളും എന്നുള്ള വിശ്വാസത്തില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി ആ ഒരു ഔട്ട്കമ്മിൽ നിന്ന് ക്ലിങ് ചെയ്യാണ്ട് ഓക്കെ ദൈവം നോക്കിക്കോളും, ഞാൻ എൻ്റെ പാർട്ട് ചെയ്തു, ബാക്കി ദൈവം നോക്കിക്കോളും എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട്, നമ്മൾ ലെറ്റ് ഗോ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് നമ്മളെ നയിക്കുവാണ്. ഒരാൾ നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ജോലി നഷ്ടപ്പെടുമ്പോൾ ഓൾറെഡി അതൊരു ഗ്രീഫിന്റെ ഒരു പെയിൻഫുൾ സ്റ്റേജിൽ കൂടെ നമ്മൾ കടന്നു പോകാനുണ്ട്. അതിൻ്റെ മേലെ കൂടെ നമ്മൾ അതിൽ ക്ലിങ് ഓൺ ചെയ്തിരുന്നു കഴിഞ്ഞാൽ എക്സ്ട്രാ പെയിൻഫുൾ ആയിരിക്കും. നമുക്ക് ആക്ച്വലി ലെറ്റിംഗ് ഗോ എന്നുള്ള പ്രോസസ്സ് കറക്റ്റ് ആയിട്ട് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആസ് യൂഷ്വൽ ആക്സെപ്റ്റൻസ് തന്നെയാണ്. കാരണം പലവരും ഒരു ബ്രേക്കപ്പിൽ കൂടെ ആണെങ്കിലും എന്തൊരു കാര്യത്തിൽ കൂടെ ആണെങ്കിലും ഫസ്റ്റ് തന്നെ അത് അത്ര വലിയ കാര്യമൊന്നും അല്ലായിരുന്നു, അത് അത്ര വലിയ ജോലിയൊന്നും അല്ലായിരുന്നു, അതൊന്നും കുഴപ്പമില്ലടാ. അപ്പൊ ഫസ്റ്റ് തന്നെ ജെന്യുവൻലി നിങ്ങൾ നിങ്ങളുടെ തന്നെ ചോദിക്കുക വാട്ട് ദാറ്റ് പേഴ്സൺ മെന്റ് ടു യു, അല്ലെങ്കിൽ ആ ഒരു ജോലി അത് കാരണം എന്തൊക്കെ കംഫർട്ട് ഉണ്ടായിരുന്നു, ഇപ്പൊ അതൊക്കെ പോയിരിക്കുകയാണ്. അക്നോളജ് ഇറ്റ്, ഇറ്റ്സ് ഹാപ്പനിങ്, ഇറ്റ്സ് ഓക്കെ, അത് ഇറ്റ്സ് പാർട്ട് ഓഫ് ലൈഫ്. പക്ഷെ ഫസ്റ്റ് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുക. വലിയ കാര്യമില്ലടാ എന്ന് പറഞ്ഞൊരു മിനിമൽ സംഭവമായിട്ട് എടുക്കാണ്ട് അതൊക്കെ നടന്നു, ഇറ്റ് ഹാപ്പൻഡ്, ഇറ്റ്സ് ഓക്കെ എന്നുള്ള സാധനം വരുത്തുക. ആൻഡ് കോൺഷ്യസ്ലി അത് റിലീസ് ചെയ്യുക. കാരണം ഇത് മാറ്റർ ചെയ്യാത്തതുകൊണ്ടല്ല, ഇറ്റ് മാറ്റേഴ്സ്. പക്ഷെ നമ്മൾ പാസ്റ്റ് കഴിഞ്ഞു പോയി, ഇനി ഫ്യൂച്ചറാണ് ഉള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പാസ്റ്റിൽ നടന്ന സാധനം റിലീസ് ചെയ്യുക. അത് ഒറ്റ ദിവസത്തിൽ നടക്കില്ല, 2 ദിവസത്തിൽ നടക്കില്ല. ഇറ്റ് ടേക്സ് ടൈം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ടേക്സ് ടൈം, ലെറ്റ് ഇറ്റ് ടേക്ക് ഇറ്റ്സ് ടൈം. പക്ഷെ each time when it comes up, you're going to take conscious decision of letting go of it or releasing it. അടുത്ത് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പാണ് കംപ്ലീഷൻ റിച്വൽ. റിച്വൽ കേൾക്കുമ്പോൾ എല്ലാവരും ഇതെന്താ സംഭവം അങ്ങനെയൊക്കെ വിചാരിക്കും. ഇത് ആക്ച്വലി നമ്മളൊരു ജസ്റ്റ് മനസ്സിൽ നമ്മൾ ലെറ്റ് ഗോ ചെയ്യാന്നുള്ള രീതിയിൽ തീരുമാനിക്കണാലും നമ്മൾ അതിനു വേണ്ടി എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ മനസ്സിൽ നമ്മൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതുവാണ്. ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു, നമ്മൾ ബ്രേക്കപ്പ് ആയി, ഇങ്ങനെ ഫീൽ ആവുന്നുണ്ട്, അങ്ങനെ ഫീൽ ആവുന്നുണ്ട്, എന്നാലും അവൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ട് നമ്മളത് ബേൺ ചെയ്ത് കളയാണ്. ആ ബേൺ ചെയ്ത് കളയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിലെന്താ കാര്യമുള്ളത്. പക്ഷെ അത് ആക്ച്വലി ഒന്ന് നമ്മളെ നെർവസ് സിസ്റ്റത്തിന് ഒന്ന് ആ ഒരു സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി അലൗ ചെയ്യാണ്. അതല്ലാണ്ട് നമ്മളൊരു പ്ലാന്റ് നടുന്നത് അല്ലെങ്കിൽ ഭയങ്കര ഒന്നിച്ചുള്ള ഒരു മെമ്മറീസ് ഉള്ള ഒരു സ്ഥലത്ത് പോയിട്ട് അവസാനം അവിടെയൊക്കെ ഗുഡ് ബൈ പറഞ്ഞു പോകുന്ന, ലൈക്ക് ഫിസിക്കലി നമ്മളത് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കോൺഷ്യസ്ലി ഈ എനർജിനെ റീഡയറക്റ്റ് ചെയ്യുന്നത്. കാരണം നമ്മളൊരു ഹേർട്ട്ഫുൾ സിറ്റുവേഷനിലുള്ളപ്പോൾ നമ്മൾ എൻഗേജ് ആയിട്ട് ഇരുന്നില്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോസസ് ചെയ്യാണ്ട് വിട്ട് കളയാൻ വേണ്ടിയല്ല. കാരണം ഈ ഒരു ഗ്രീഫ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. ഇറ്റ് ടേക്സ് ഇറ്റ്സ് ടൈം. നമ്മൾ ആ എനർജീനെ വേറൊരു നല്ല സ്ഥലത്തോട്ട് റീഡയറക്റ്റ് ചെയ്യാണ്. അപ്പോൾ പുതിയൊരു ഹാബിറ്റ് തുടങ്ങുന്നതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥലത്ത് പോകുന്നതാവാം, അല്ലെങ്കിൽ കുറെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങുക, അല്ലെങ്കിൽ ഇത്രയും നാൾ മാറ്റി വെച്ച് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുക. അത് ആ ഒരു ഹേർട്ടിനെ മൂടിക്കെട്ടാൻ വേണ്ടിയിട്ടല്ല. ആ ഒരു പ്രോസസ്സിങ് ആ ഒരു സംഭവം അതിന്റെ വഴിക്ക് നടക്കും. അതിന്റെ കൂടെ ഈ ഒരു റീഡയറക്ഷനും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ വരുന്നൊരു സംഭവമാണ് ഇതൊക്കെ വീണ്ടും വരുന്നത്, റിലാപ്സ് ആയിട്ട് വരുന്നത്. നമ്മൾ വിചാരിക്കും നമ്മൾ മൂവ് ഓൺ ആയി, ഇത് എത്ര നാളായി എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മൾ ചിലപ്പോൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്മെല്ല് വരുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും സെയിം ഒരു സിമിലർ ഫേസ് കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആ ഒരു മെമ്മറീസിലോട്ട് പോവുക. അങ്ങനെ പല കാര്യങ്ങളും വരും. അപ്പൊ ഇതെന്താ എനിക്ക് ലെറ്റ് ഗോ ചെയ്യാൻ പറ്റാത്ത, ഇതെന്താ വീണ്ടും വീണ്ടും വന്നേ എന്ന് വിചാരിച്ച് ഫ്രസ്ട്രേറ്റഡ് ആവാത്ത, അത് ജസ്റ്റ് ഒരു ഹ്യൂമൻലി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിനെ അക്നോളജ് ചെയ്യുന്നത്. അതിനെ ഫൈറ്റ് ചെയ്യാണ്ട് അത് വന്നത് വരട്ടെ. ഓക്കെ, ആളെ കണ്ടപ്പോൾ എനിക്ക് ആളെ ഓർമ്മ വന്നു, അല്ലെങ്കിൽ ഈ ഒരു മണം വന്നപ്പോൾ എനിക്ക് അന്നത്തെ മെമ്മറീസ് ഓർമ്മ വന്നു. അക്നോളജ് ചെയ്തതിന് ശേഷം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓക്കെ ഇത് ഓർമ്മ വന്നു, പക്ഷെ
എനിക്ക് അത് കഴിഞ്ഞൊരു കാര്യമാണ്. ഇപ്പം എനിക്ക് ഈ ഒരു പ്രസന്റ് മൊമെന്റിലോട്ട് വരണം എന്നുള്ള രീതിയിൽ നമ്മൾ പാസ്റ്റിലോട്ട് പോകാണ്ട് ഈ ഒരു പ്രസന്റ് മൊമെന്റിലോട്ട് വരണം എന്നുള്ളത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ ഇതിനെ ഫൈറ്റ് ചെയ്യരുത്, അത് ആക്സെപ്റ്റ് ചെയ്യുക, വന്നു അക്നോളജ് ചെയ്യുക, എന്നിട്ട് അത് പൊക്കോട്ടെ. നമ്മളിനി തിരിച്ച് പ്രസന്റ് മൊമെന്റിലോട്ട് വന്നു. അത് എത്ര പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് നടന്നാലും അത് ഇറ്റ് ടേക്സ് ടൈം. അത് വന്നോട്ടെ, അത് പൊക്കോട്ടെ, ആ ഒരു രീതിയിൽ അതിനെ എടുക്കുക. അപ്പൊ സ്റ്റാർട്ടിങ്ങിലൊക്കെ കുറേയും കൂടെ ഹേർട്ട്ഫുൾ ആയിരിക്കും, പക്ഷെ പയ്യെ പയ്യെ ആ ഹേർട്ട് കുറഞ്ഞു വരും. എന്നിട്ട് പയ്യെ ഇറ്റ് വോണ്ട് ഹേർട്ട് എനിമോർ. അപ്പൊ ആ ഒരു ഡേ വരും. അപ്പൊ നമ്മൾ ഇനി പറ്റില്ലേ എന്നെ കൊണ്ടൊന്നും ഓർത്ത് ഫ്രസ്ട്രേറ്റഡ് ആവാണ്ട് ആ ഒരു പ്രോസസ്സിന് ആ ഒരു സമയം കൊടുത്ത് അതിനങ്ങനെ വിട്ടോളൂ ഗൈസ്. അപ്പോൾ ഞാൻ വീഡിയോ എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനി തൊട്ട് ഞാൻ വീക്ക്ലി വീഡിയോ എന്തായാലും ഇടുന്നതായിരിക്കും. മേ ബി 2 വീഡിയോ അല്ലെങ്കിൽ 1 വീഡിയോ മസ്റ്റായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ അത് എഡിറ്റ് ചെയ്യാനുള്ള ആ ഒരു ഗ്യാപ്പാണ് വന്നോളൂ. പിന്നെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എന്നെ ഫോളോ ചെയ്യുക. ഞാൻ എല്ലാ ദിവസമായിട്ട് വീഡിയോ ഇടാനായിട്ടൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നെ ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഒരു ഇൻസ്പയറിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും റിയലൈസേഷൻസ് ഒക്കെ ആയിരിക്കും വീഡിയോ കൂടെ വരുന്നത്. പിന്നെ എന്തെങ്കിലും എൻക്വയറീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു റീച്ച് ഔട്ട്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.